ഹലോ മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ പഠിക്കുന്നതിൽ നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ ദോഹയാണ്. എന്താണ് ദോഹ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാണ്. ദോഹ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് മധുർവചൻ എന്ന് പറഞ്ഞ് മധുരവചനം എന്ന് പറഞ്ഞിട്ട് 3 പേരുടെ ദോഹയാണ് പഠിക്കാനുള്ളത്. കബീർദാസിന്റെ 2 ദോഹ, തുളസീദാസിന്റെ 2 ദോഹ, റഹീംജിയുടെ 2 ദോഹ, ഇങ്ങനെ 6 ദോഹയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ നമ്മളോട് ചോദിക്കുന്ന, അതായത് സമാനാർത്ഥ ശബ്ദ ലിഖിയെ എന്നോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് എന്ന് കോളങ്ങളിൽ ഇട്ടോ തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഇങ്ങനെയാണ് വരിക: സഹി മിലാൻ കരേ എന്ന്. ഓക്കെ, സഹി മിലാൻ കരേ എന്ന്, അല്ലെങ്കിൽ സമാനാർത്ഥ ശബ്ദ ലിഖിയെ എന്ന് പറഞ്ഞിട്ട് ഈ ചോദ്യം വന്നേക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ നോക്കൂ: ബാണി, ആപ്പ, സീതൾ, തീനി, നാസ്, തോരോ, ജുരേ, ആസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് സമാനമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ശീതൾ, തീനോം, അഹംഭാവ്, നാശ്, തോടോ, ആശ, ജുഡേ, വാണി, ഇങ്ങനെയാണ്. നമുക്കത് മാച്ച് ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ മാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഒന്നാമത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാണി എന്നാണ്. ബാണി എന്നുള്ളത് നമുക്ക് വാണി എന്നതിലേക്ക് നമുക്ക് ടച്ച് ചെയ്യാം. ബാണി എന്നുള്ളത് നമുക്ക് വാണി എന്നതിലേക്ക് ടച്ച് ചെയ്യാം. ഓക്കെ, കട്ടി കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് കട്ടി കുറച്ചാക്കാം. ഓക്കെ, ബാണി എന്നുള്ളതിന് നമുക്ക് നോക്കൂ, ബാണി എന്നുള്ളത് നമുക്ക് വാണി എന്നാക്കാം. ബാണി, വാണി. പിന്നെ പറയുന്നു ആപ്പ. ആപ്പ എന്നുള്ളത് അഹംഭാവ് എന്നാണ്. ഓക്കെ, ദോഹയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, 3 പേരുടെ ദോഹയിൽ ഉപയോഗിച്ച വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സീതൾ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ശീതൾ എന്നതാണ്. സീതൾ എന്താണ്? ശീതളാണ്. ഓക്കെ, പിന്നീട് നമുക്ക് തീനി എന്ന് പറഞ്ഞു കൊടുക്കുന്നത് തീനോ എന്നുള്ളതിനെ ഇന്നത്തെ ഹിന്ദിയിലേക്ക് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പഴയ ദോഹയിൽ പറഞ്ഞിരിക്കുന്ന നാസ് എന്നുള്ളതിനെ നമ്മൾ ഇന്നത്തെ നാഷ് എന്നുള്ളതിനെയാണ് ഉദ്ദേശിച്ചത്. അടുത്തത് തോരോ എന്ന് ദോഹയിൽ ഉദ്ദേശിച്ചത് ഇന്നത്തെ ഹിന്ദിയിലെ തോടോ എന്നുള്ളതിനെയാണ്. അടുത്ത ജുരേ എന്നുള്ള പഴയ ഹിന്ദിയെ നമ്മൾ ദോഹയിൽ പറഞ്ഞതിന് ഉദ്ദേശിക്കുന്നത് ജുഡേ എന്ന ഹിന്ദി വാക്കിനോടാണ്. അടുത്തത് നമുക്ക് ആസ് എന്നുള്ളതിനെ നമുക്ക് തന്നിരിക്കുന്നത് ആശ എന്നുള്ള ഹിന്ദി വാക്കായിട്ടാണ് സമാനമായിട്ട് അർത്ഥം വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശദമായിട്ട് നമുക്ക് നോക്കാം മക്കളെ. നോക്കൂ, കൃത്യമായിട്ട് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കണേ. ബാണി, വാണിയാണ് വാക്ക് എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തത് ആപ്പ, അഹംഭാവമാണ്, അഹങ്കാരം എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തത് സീതൾ എന്ന് പറഞ്ഞാൽ ശീതളാണ്, ശീതളമായ എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തത് തീനി എന്നുള്ളത് തീനോ എന്നാണ്, മൂവരും എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അടുത്ത നാസ് എന്നുള്ളത് നാശ് എന്നാണ് അതിന്റെ അർത്ഥം, നാശം എന്നാണ്. ഓക്കെ, അടുത്തത് തോരോ എന്നുള്ളതിനെ തോടോ എന്നാണ് ഉപയോഗിക്കുന്നത്. പൊട്ടിക്കുക അഥവാ പൊട്ടിക്കൂ എന്നാണ് അർത്ഥം. തോടോ, പൊട്ടിക്കൂ എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്തത് ജൂരേ എന്നുള്ളതിന് ജുഡേ, ചേർക്കുക എന്നാണ് അർത്ഥം. ജുഡേ. ഓക്കെ, അടുത്തത് ആസ് എന്നുള്ളതിന് ആശ എന്ന്, ആഗ്രഹം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ സഹി മിലാൻ കരേ എന്നോ അല്ലെങ്കിൽ സമാനാർത്ഥ ശബ്ദ ലിഖിയെ എന്നോ ചോദിച്ചാൽ ഇത്തരം വാക്കുകൾക്ക് കൃത്യമായി തെറ്റുകൂടാതെ നമുക്ക് ദോഹയിൽ ഉപയോഗിച്ച ഹിന്ദി വാക്കുകൾക്ക്, ദോഹയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾക്ക് ഇന്നത്തെ ഹിന്ദി വാക്കിൽ ഏതുമായിട്ടാണ് അർത്ഥം വരുന്നത് എന്നുള്ള ചോദ്യം വരുമ്പോൾ കൃത്യമായി തെറ്റുകൂടാതെ എഴുതണമെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യം പഠിച്ചിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, കൃത്യമായി പഠിക്കാൻ, തെറ്റുകൂടാതെ പ്ലാനിങ്ങോടുകൂടി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും, എല്ലാ സബ്ജക്റ്റും കേരളത്തിലെ പ്രഗത്ഭരായ ഫാക്കൽറ്റിയുടെ ഗംഭീരമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഓക്കെ, നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. മാത്രമല്ല ഇപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് വിദ്യാരംഭ ഓഫറായിട്ട് 50% നിങ്ങൾക്ക് ഇപ്പോൾ ഓഫർ ഉള്ളത്. ഈ സുവർണ അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാച്ചിൽ കാണാം. ബൈ.